റാഹേൽ മകൻ കോര എന്ന സിനിമയ്ക്ക് ശേഷം ഉബൈനി സംവിധാനം ചെയ്ത സിനിമയാണ് 2 മണിക്കൂർ 14 മിനിറ്റ് ദൈർഘ്യമുള്ള സിനിമ. സിനിമയുടെ പേര് ശുക്രൻ. ബിപിൻ ജോർജും ചന്തുനാഥുമാണ് കേന്ദ്ര കഥാപാത്രം. അവരെ കൂടാണ്ട് ഷൈൻ ടോം ചാക്കോ പ്രധാന കഥാപാത്രത്തിലുണ്ട്. അസീസ് നെടുമങ്ങാടുണ്ട്, കോട്ടയം നസീറുണ്ട്, മാല പാർവതിയുണ്ട് എന്ന് വേണ്ട നമ്മൾ അറിയുന്ന ഒരുപറ്റം താരങ്ങൾ എങ്ങനെയുണ്ട്. സിനിമ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ അടുത്ത് ഞാൻ കുറേ സിനിമകൾ കണ്ടു, ഒന്നിൻ്റെ റിവ്യൂ ഇട്ടില്ല. പക്ഷേ ചില സിനിമകളൊന്നും കണ്ടു തീർക്കാൻ പോലും പറ്റില്ല. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ വലിയ സംഭവങ്ങളും അവകാശവാദങ്ങളൊന്നും ഇല്ലെങ്കിലും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് ശുക്രൻ തോന്നിയത്. ഓഫ് കോഴ്സ് അത് ഈ പറഞ്ഞ സ്ഥിരം ക്ലീഷേ ടെംപ്ലേറ്റും പരിപാടികളൊക്കെ ഉണ്ട്. ഞാനീ പറഞ്ഞ കേട്ടിട്ട് ആരും പോയി കണ്ടിട്ടോ അയ്യോ വലിയ സംഭവമായിട്ട് എടുക്കണ്ട. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വലിയ സംഭവമായിട്ട് പുതുമകളൊന്നും അവകാശപ്പെടാനില്ല. പക്ഷേ എങ്കിലും നമുക്ക് കണ്ടിരിക്കാൻ പറ്റില്ല, ഒരു രസമായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന കുറച്ച് ഡ്രാമയും കുറച്ച് ട്വിസ്റ്റും പരിപാടികളും ഒക്കെ ഉള്ള ഒരു നോർമൽ സിനിമ. ആ ഒരു ടെംപ്ലേറ്റ് ആണെങ്കിലും ഇത് കണ്ട് തീർക്കാൻ പറ്റി. ചില സിനിമകൾ കണ്ടിട്ട് ഞാൻ പേര് പറയുന്നില്ല, പക്ഷേ സിനിമകൾ കണ്ട് തീർക്കാൻ പോലും സാധിച്ചിട്ടില്ല. പെർഫോമൻസുകൾ പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഷൈൻ്റെ പെർഫോമൻസ് ആണ്. സാധാരണ ബിപിൻ അടിപൊളിയായിട്ട് ചെയ്യാനാണ്. ബിപിൻ ഇതിനകത്ത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ബിപിൻ ആക്ടിങ് അടിപൊളിയാണല്ലോ, ക്ലീൻ ആക്ട് ചെയ്യും. പെർഫോം ചെയ്യാനുള്ള ബിപിൻ്റെ ഈ കഥാപാത്രത്തിൻ്റെ ആശാൻ മരിക്കുമ്പോൾ ഉള്ള ഒരു കഥാപാത്രം ഒരു സീൻസൊക്കെ നല്ല രസമായിട്ട് ബിപിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ ഇമ്പ്രസീവായിട്ട് തോന്നിയ ക്യാരക്ടർ ഷൈൻ്റെ ക്യാരക്ടറാണ്. ഷൈൻ്റെ പോലീസ് ഓഫീസറിൻ്റെ കഥാപാത്രം നല്ല രസമായിരുന്നു. നല്ല രസമായിട്ട് പുള്ളി അത് ചെയ്യുകയും ചെയ്തു. നായിക പുതുമുഖമാണ്. നായിക നന്നായിട്ട് ചെയ്ത പോലെ എനിക്ക് തോന്നി. ചന്തുനാഥ് രസമായിരുന്നു. ചന്തുനാഥ് കുറച്ച് നേരമേ ഉള്ളൂ. ചന്തുനാഥ് എന്ത് സംഭവം ചെയ്താലും അതിനകത്ത് ഒരു പെർഫെക്ഷൻ ഉണ്ടാവും. രസമായിട്ട് ചന്തുനാഥ് ചെയ്ത പോലെ എനിക്ക് തോന്നി. പിന്നെ ബിപിൻ്റെ ആക്ടിങ് ഞാൻ പറഞ്ഞു അടിപൊളിയായിട്ട് വന്നു. അസീസ് നെടുമങ്ങാടിന് ഒരു മാസ് പരിപാടിയുണ്ട്, രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളി 2 വേരിയേഷൻ കഥാപാത്രത്തിൻ്റെ 2 വേരിയേഷനൊക്കെ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അസീസ് ഇല്ലാത്ത പടമില്ല. അപ്പോൾ അസീസ് എന്ത് ചെയ്താലും ഒരു രക്ഷയില്ല. ഇപ്പോൾ ഞാൻ ഇന്നൊരു സിനിമ കണ്ട് അതിനകത്തും അസീസ് ക്ലാസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അസീസ് അടിപൊളിയാണ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ സിനിമയുടെ വിശേഷം. ഈ വീക്കെൻഡ് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കാൻ പറ്റുന്ന സിനിമയാണ്. ഒരുപാട് വലിയ എക്സ്പെക്റ്റേഷൻസ് ഒന്നും വെക്കരുത്. അങ്ങനെ വെച്ചാൽ നിരാശ തന്നെ ആയിരിക്കും. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ നോർമലായിട്ട് സമയമുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കാൻ പറ്റുന്ന സിനിമയാണ് ശുക്രൻ. അപ്പോൾ കണ്ടു നോക്കൂ, കണ്ടിട്ട് വിശേഷങ്ങൾ അറിയിക്കൂ. മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വേറൊരു ദിവസം വരാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ആൻഡ് താങ്ക് യു ഫോർ ഓൾ ദ സപ്പോർട്ട് ആൻഡ് ബൈ.